തിരക്കേറിയ ലോക്കൽ ട്രെയിനുകളിൽ യാത്രക്കാരോട് കൈനീട്ടി ഭിക്ഷ ചോദിച്ചിരുന്ന ഒരാളെന്ന് ക്യാമറ കയ്യിൽ പിടിച്ച് നഗരത്തിന്റെ കഥകൾ ലോകത്തിനു മുന്നിൽ പറയുകയാണ്. ജീവിതം ഒരിക്കൽ മുഴുവൻ അടഞ്ഞുപോയ പോലെ തോന്നിയിരുന്നെങ്കിലും ഒരു പഴയ ക്യാമറ അവരുടെ ജീവിതത്തിന്റെ വഴിത്തിരിവായി. സമൂഹം തള്ളിക്കളഞ്ഞ ഒരു ട്രാൻസ്ജെൻഡർ ഇന്ന് സ്വന്തം കരങ്ങളാൽ സ്വന്തം ഭാവി എഴുതുകയാണ്. സോയ തോമസ് ലോബോയുടെ ജീവിതം. 10 വർഷത്തോളം മുംബൈയിലെ തിരക്കേറിയ ലോക്കൽ ട്രെയിനുകളിൽ യാത്രക്കാരോട് കൈനീട്ടി ഭിക്ഷ ചോദിച്ചാണ് സോയ തോമസ് ലോബോ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അവർക്ക് ജോലി നൽകാൻ ആരും തയ്യാറായിരുന്നില്ല. സമൂഹം പലപ്പോഴും അവരെ അവഗണിച്ചു. ആ സാഹചര്യങ്ങളിൽ പോലും അവർ കൈവിട്ടില്ല. ദിവസവും സമ്പാദിച്ച ചെറിയ തുകകൾ ചേർത്ത് ഒരു പഴയ ക്യാമറ വാങ്ങിയപ്പോഴാണ് ജീവിതത്തിൽ ഒരു ചെറിയ പ്രതീക്ഷ തെളിഞ്ഞത്. ആ ക്യാമറ അവരുടെ ജീവിതത്തിന്റെ വഴിത്തിരിവായി. അതിലൂടെ അവർ ലോകത്തെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങി. ആദ്യം സ്വയം പഠിച്ച് പിന്നീട് അനുഭവത്തിലൂടെ വളർന്നു. ക്യാമറ അവരുടെ ആത്മവിശ്വാസവും കരുത്തുമായി തീർന്നു. ഇന്ന് സോയ ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന അഭിമാനകരമായ പേരിൽ ചരിത്രമെഴുതുകയാണ്. അവരുടെ ഓരോ ചിത്രവും സമൂഹത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ്. ഒരിക്കൽ ജനക്കൂട്ടത്തിന് നടുവിൽ ജീവിക്കാൻ വേണ്ടി കൈനീട്ടി യാചിക്കേണ്ടി വന്നിരുന്ന സോയ ഇന്ന് അതേ ജനക്കൂട്ടത്തിന്റെ കഥകൾ ക്യാമറയിൽ പകർത്തുകയാണ്. ഒരിക്കൽ സഹായം തേടി നടന്നിരുന്ന നഗരത്തിലെ തെരുവുകളും ട്രെയിൻ ബോഗികളും ഇന്ന് അവരുടെ ജോലിയുടെ വേദികളാണ്. കുറ്റകൃത്യങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, സാധാരണക്കാരുടെ പോരാട്ടങ്ങൾ, മനുഷ്യരുടെ പ്രതിദിന ജീവിതത്തിലെ വേദനയും സന്തോഷവും എല്ലാം അവരുടെ ലെൻസിലൂടെ സമൂഹത്തിന് മുന്നിലെത്തുന്നു. സോയയ്ക്ക് ഇത് വെറും ജോലി മാത്രമല്ല, ഒരു ദൗത്യമാണ്. സമൂഹം പലപ്പോഴും കാണാതെ പോകുന്ന സംഭവങ്ങളും മറന്നുപോകുന്ന കഥകളും അവർ ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്രൈം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി പ്രചരിപ്പിക്കുന്നു. ഇരുട്ടിന്റെ മറവിൽ നടക്കുന്ന അനീതികളെ പുറത്തു കൊണ്ടുവരാനും പൊതുജനങ്ങളുടെ കണ്ണു തുറപ്പിക്കാനുമാണ് അവരുടെ ശ്രമം. ഇങ്ങനെ ഒരിക്കൽ സ്വയം രക്ഷപ്പെടാൻ മാത്രം ശ്രമിച്ചിരുന്ന ഒരാൾ ഇന്ന് മറ്റുള്ളവർക്ക് ശബ്ദമായി മാറിയിരിക്കുന്നു. അവർ ക്യാമറയിൽ പകർത്തുന്ന ഓരോ ചിത്രം സമൂഹത്തെ ചോദ്യം ചെയ്യാനും മാറ്റത്തിനായി ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നു. 2020 ഇന്ത്യയിലെ കോവിഡ്-19 ലോക്ക്ഡൌൺ സമയത്ത് കുടിയേറ്റ തൊഴിലാളികളുടെ ദുരിതങ്ങൾ പകർത്തിക്കൊണ്ടാണ് അവരുടെ പത്രപ്രവർത്തനത്തിലെ തുടക്കം. കനേഡിയൻ വാർത്താ ഏജൻസിയായ ലാ പ്രസ് കാനഡിയൻ അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. തുടർന്ന് ഗൂഗിൾ ഇന്ത്യ, കോ ബ്യൂട്ടി, HSBC തുടങ്ങിയ ബ്രാൻഡുകളുമായുള്ള അസൈൻമെന്റുകൾ ലഭിച്ചു. ഹിജ്ര ഷാബ്കി വർദ്ധൻ ഭാഗം 1 എന്ന ഹ്രസ്വചിത്രത്തിന്റെ തുടർച്ചയിൽ അഭിനയിച്ചതിനു ശേഷമാണ് പത്രപ്രവർത്തനത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. പിന്നീട് പോലീസ് ചിത്രത്തിലും അക്ഷരജിലും ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് ജേർണലിസ്റ്റായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. സെക്കൻഡ് ഹാൻഡ് ക്യാമറയുണ്ടായിരുന്നു. ഫീൽഡിൽ എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഫോട്ടോഗ്രാഫിയെക്കുറിച്ചും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ചും അറിയില്ലായിരുന്നു. പക്ഷേ ഒരു ക്യാമറ സ്വന്തമാക്കി ചിത്രങ്ങൾ എടുക്കാനുള്ള അഭിനിവേശമുണ്ടായിരുന്നു അവർക്ക്. അതിനാൽ എല്ലാ ഞായറാഴ്ചയും മുംബൈയിലെ നാട്ടുകാരിൽ നിന്ന് ഇടവേളയെടുത്ത് ബോറിവാലി നാഷണൽ പാർക്കിൽ പോയി ചിത്രങ്ങൾ എടുക്കുമായിരുന്നു. ഒരു ദിവസം ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള പിങ്ക് റാലി റിപ്പോർട്ട് ചെയ്യാൻ സോയ ഫീൽഡിൽ പോയപ്പോൾ യൂറോപ്യൻ പ്രസ് ഫോട്ടോ ഏജൻസിയിലെ മുതിർന്ന ഫോട്ടോ ജേർണലിസ്റ്റ് ദിവ്യകാന്ത് സോളങ്കിയെ കണ്ടുമുട്ടി. പത്രപ്രവർത്തനം എന്താണെന്ന് അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത്. 5ാം ക്ലാസ്സിൽ ഒരു കോൺവെന്റ് സ്കൂളിൽ നിന്ന് പഠനം ഉപേക്ഷിച്ചു. പക്ഷേ ഒരു കത്തോലിക്ക സമൂഹത്തിൽ വളർന്ന് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ സോയയെ സഹായിച്ചു. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴെല്ലാം ആളുകൾ വിദ്യാഭ്യാസമില്ലാത്തവളാണെന്ന് കരുതുന്നു. അവർ അഭിപ്രായങ്ങൾ പറയുകയും സോയ ഇംഗ്ലീഷിൽ മറുപടി നൽകുകയും ചെയ്യുമ്പോൾ അവർ ഞെട്ടിപ്പോകുമായിരുന്നു. കോവിഡ് മഹാമാരിക്കാലത്തെ പ്രവർത്തനത്തിന് ബോംബെ ന്യൂസ് ഫോട്ടോഗ്രാഫി അസോസിയേഷൻ സോയയ്ക്ക് അവാർഡ് നൽകി ആദരിച്ചു. ഈ വർഷം അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്റ്റീരിയോ ടൈപ്പുകൾ തകർത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് ഫോട്ടോ ജേർണലിസ്റ്റായി സമൂഹത്തിന് മുന്നേറിയതിന് സാവിത്രിഭായ് ഫുലെ അവാർഡും അവർക്ക് ലഭിച്ചു. സോയയ്ക്ക് ക്യാമറ വെറും ഒരു ഉപകരണമല്ല, അതവരുടെ ദർശനമാണ്. ആത്മവിശ്വാസം, കഴിവ്, അധ്വാനം ഇതൊക്കെ ചേർന്നാൽ മനുഷ്യൻ എന്തും സാധ്യമാണെന്ന് അവർ തെളിയിക്കുന്നു. ട്രാൻസ്ജെൻഡർ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾക്കിടയിൽ സോയയുടെ യാത്ര വലിയൊരു പ്രചോദനമാണ്. അവരുടെ കഥ വ്യക്തിപരമായ വിജയം മാത്രമല്ല, മറിച്ച് മറ്റുള്ളവർക്കും പുതിയ വഴികൾ തുറക്കുകയാണ്. ഭിക്ഷ ചോദിക്കലിൽ തുടങ്ങി ഇന്ന് സമൂഹത്തിന്റെ കണ്ണായി മാറിയ സോയ തോമസ് ലോബോ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: ഇരുട്ടിനിടയിലും സ്വപ്നങ്ങളിലൂടെ വെളിച്ചം തെളിയിക്കാനാകുമെന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.